നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിനെ പരോക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. പാലക്കാട് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിന്റെയും നല്ലേപ്പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആളപായമില്ല. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിച്ചുവരുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സംയുക്ത തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിനെ പരോക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ ഭദ്രാസന മെത്രോപൊലീത്ത യോഹനോൻ മാർ മിലിത്തോസ് ആണ് വിമർശനവുമായി രംഗത്തെത്തിയത്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്ദിക്കുന്നു, ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന് ചോദിച്ചായിരുന്നു ഫേസ്ബുക്കിലൂടെ മെത്രോപൊലീത്തയുടെ വിമർശനം. പാലക്കാട് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിന്റെയും നല്ലേപ്പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആർക്കും പരിക്കില്ല. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിച്ചുവരുന്ന കൺസ്യൂമർ ഫെഡ് മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചായിരുന്നു സംയുക്ത തൊഴിലാളി സമരം. MLA രാഹുൽ മാങ്കൂട്ടത്തിൽ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നടപടിയിൽ നിന്ന് കൺസ്യൂമർ ഫെഡ് പിന്തിരിയണമെന്നും ഗോഡൌൺ മാറ്റിസ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും സമരത്തോടൊപ്പം ഉണ്ടാകുമെന്നും MLA അറിയിച്ചു. സുബൈർ അധ്യക്ഷത വഹിച്ചു. AITUC ജില്ലാ സെക്രട്ടറി മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. INTUC നേതാവ് അനിൽ K. ബാലൻ, STU നേതാവ് MM ഹമീദ്, വെൽഫെയർ പാർട്ടി നേതാവും നഗരസഭാ കൌൺസിലറുമായ M. സുലൈമാൻ, കൌൺസിലർമാരായ PK ഹസനുപ്പ, PS വിപിൻ, മനോജ് ചെങ്ങന്നൂർ, അബ്ദുള്ള, FITU ഭാരവാഹി M. കാജ ഹുസൈൻ, SDTU ഭാരവാഹി ഖലീൽ റഹ്മാൻ, തങ്കച്ചൻ, K. വേലു, സുരേഷ്, കാസിം, ഇക്ബാൽ, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. സലീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭാരതപ്പുഴയിൽ ചെറുതുരുത്തി പള്ളം ശ്മശാനം കടവ് ഭാഗത്ത് യുവാവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മരിച്ചതെന്നാണ് നിഗമനം. ചെറുതുരുത്തി പോലീസിന്റെ നേതൃത്വത്തിൽ മൃതദേഹം കരയ്ക്കെത്തിച്ചു. യുവാവിനെ തിരിച്ചറിയുന്നതിനായി ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗുണ്ടാ സ്റ്റൈലിൽ ആക്രമണം നടന്ന കോട്ടായി കീഴത്തൂരിലെ മൻസൂറിന്റെ വീട്ടിൽ DCC പ്രസിഡന്റ് എ. തങ്കപ്പന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഗ്രാമീണ മേഖലയിൽ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്ന് തങ്കപ്പൻ ആവശ്യപ്പെട്ടു. പ്രതികളെ പിടികൂടാത്തതിനുള്ള പരാതി കുടുംബാംഗങ്ങൾ DCC പ്രസിഡന്റിനോട് പറഞ്ഞു. ജില്ലാ പോലീസ് സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ടെന്നും പ്രതികളെ പിടികൂടുന്നതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായും എ. തങ്കപ്പൻ പറഞ്ഞു. നമുക്ക് വളരെയേറെ സാധാരണക്കാർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം, ഒരു ഗുണ്ടാ വിളയാട്ടം നടന്നിരിക്കുന്നു. അതിന്റെ വീഴ്ച എന്ന് പറയുന്നത് അതാത് സമയത്ത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇവരും അറിയിച്ച് തലേ ദിവസം തന്നെ ഇതിനെതിരെ പരാതി കൊടുത്തപ്പോൾ ആ പരാതി പരിഗണിക്കാതെ ആ ഗൗരവത്തിലെടുക്കാത്തതിന്റെ ഫലമാണ് ഈ വീട് ആക്രമണം. അപ്പോൾ അക്രമം നടക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലാണ് ലോക്കൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി. കാരണം ഒന്നില്ലെങ്കിൽ രാത്രി വിളിച്ച് ഈ അപകടത്തിനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല, തലേ ദിവസം ഇതിനെക്കുറിച്ച് പരാതി കൊടുത്തു, ആ പരിഗണിച്ചില്ല. അപ്പോൾ ലോക്കൽ പോലീസിന് ധാരാളം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ, DCC സെക്രട്ടറി C. പ്രകാശൻ തുടങ്ങിയ നേതാക്കളും എ. തങ്കപ്പന് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ക്രിസ്തുവിന്റെ ജനനം അറിയിച്ചുകൊണ്ട് ഷൊർണൂർ സെന്റ് ആന്റണീസ് ദേവാലയ കരോൾ സംഘങ്ങൾ കുടുംബ യൂണിറ്റ് ഭവനങ്ങളിൽ കരോൾ നടത്തി. കരോളിന് ഇടവക വികാരി ഫാദർ ജപമാലൈ ലോറൻസ് നേതൃത്വം നൽകി. ഡിസംബർ 21, 22, 23 എന്നീ 3 ദിവസങ്ങളിൽ ആണ് കരോൾ നടന്നത്. സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ കുടുംബ യൂണിറ്റുകളായ സെന്റ് ആന്റണീസ്, സെന്റ് മേരീസ്, സെന്റ് ജോസഫ്
എന്നീ കുടുംബ യൂണിറ്റുകളിലാണ് കരോൾ നടന്നത്. പ്രസന്റേഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മെറ്റി DPMT, സിസ്റ്റർ ജാസ്മിൻ AC, സിസ്റ്റർ നീതു AC, സിസ്റ്റർ രശ്മിത DPMT എന്നിവർ മേൽനോട്ടം വഹിച്ചു. ഇടവക വികാരി ജപമാലെ ലോറൻസ് ആശീർവാദ പ്രാർത്ഥനയും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള പദ്ധതി ആസൂത്രണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ജലജീവനത്തിന്റെയും നേതൃത്വത്തിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പഞ്ചായത്തിലെ കുറച്ച് റോഡുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള ചർച്ചകളാണ് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഈ ഭരണസമിതിയോടൊപ്പം നിന്നുകൊണ്ട് ചെയ്തു തരാറുള്ളത്. വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ M. ഉണ്ണികൃഷ്ണൻ, MK ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS. അബ്ദുൾ മുത്തലി, സുനിത, ഷെഫീന നജീബ്, VM. അൻവർ സാദിഖ്, VC. പ്രീത, AA. ഷിഹാബ്, PU. റജുല, സുജിത് കുമാർ എന്നിവർ സംസാരിച്ചു. PC. സുമ സ്വാഗതവും സെക്രട്ടറി ബിനു നന്ദിയും പറഞ്ഞു. 5,82,60,60,713 രൂപയ്ക്കുള്ള പദ്ധതിയാണ് തയ്യാറാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. SKMMA പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SKMMA ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെറുപ്പുളശ്ശേരിയിൽ ജാഥ സമാപിച്ചു. SYS സംസ്ഥാന ഉപാധ്യക്ഷൻ PK ഇമ്പിച്ചുകോയ തങ്ങളാണ് ജാഥ ക്യാപ്റ്റൻ. ഞായറാഴ്ച രാവിലെ ഒരു 11 മണിയോടുകൂടി 8 നിർധനരായ പെൺകുട്ടികൾ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം വാണിയംകുളത്ത് വെച്ച് നടക്കും. പ്രതിനിധി സമ്മേളനവും ഈ വിവാഹ സദസ്സും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഭൂതി നൽകുന്ന, എല്ലാവർക്കും സംതൃപ്തി നൽകുന്ന വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനവും കൂടിയാണ്. 30-ാം തീയതി കോട്ട മൈതാനത്ത് വെച്ച് നടക്കുന്ന പ്രൗഢോജ്വലമായ സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ സയ്യിദ് ജിഫ്രി തുക്കാത്തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും നമ്മുടെ വഴികാട്ടികളായ എല്ലാവരും പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ് കോട്ട മൈതാനത്ത് നടക്കുന്നത്. CV റഹ്മാൻ പട്ടാമ്പി, PM യൂസഫ് പത്തിരിപ്പാല എന്നിവരാണ് വൈസ് ക്യാപ്റ്റന്മാർ. മണ്ണൂരിൽ നടന്ന സ്വീകരണ യോഗം ജാഥ ക്യാപ്റ്റൻ PK ഇമ്പിച്ചുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മഹൽ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിവിധ പള്ളി മഹല്ല് ഭാരവാഹികൾ, സമസ്ത പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ ഹാരാർപ്പണം നടത്തി. കോട്ടക്കുന്ന് പള്ളി ഖത്തീബ് സയ്യിദ് അൽവി അൻവരി, ഉബൈദുള്ള തങ്ങൾ, മുഹമ്മദ് റഫീഖ്, കളത്തിൽ സൈദാലി, കിഴക്കുംപുറം പള്ളി ഖത്തീബ് സാദിഖ് അലി ഭാഗവി, അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി ശ്രീ അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സ്റ്റേജിന പരിപാടികൾ തുടരുന്നു. മോഹിനിയാട്ടം വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരി കലാമണ്ഡലം സുബിത ജതീഷ് പരിശീലിപ്പിച്ചവരുടെ നൃത്തസന്ധ്യ അരങ്ങേറി. നൃത്തപരിപാടികളിൽ പങ്കെടുത്തവർക്ക് ഷൊർണൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ P. സിന്ധു ഉപഹാരങ്ങൾ നൽകി. അതിൽ എല്ലാ മേഖലയിലും പ്രതിസന്ധിയിലായപ്പോൾ സംസ്ഥാന സർക്കാർ കലാകാരന്മാർക്ക് ഒരു വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തെ വിവിധ മേഖലകളിൽ പഠിക്കാൻ സാമ്പത്തികമായി, അതായത് ഡാൻസ് മറ്റു കലാരൂപങ്ങളൊക്കെ പഠിക്കാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു അവസരം നൽകിക്കൊണ്ട് ആണ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് നമ്മുടെ നഗരസഭയിലും ആരംഭിച്ചിട്ടുള്ളത്. ഡിസംബർ 17 തുടങ്ങിയ സ്റ്റേജിന് പരിപാടികൾ ഡിസംബർ 24 ഗാനമേളയോടെ സമാപനമാകും. ഡിസംബർ 25 അന്തിമഹാകാളൻകാവ് താലപ്പൊലി മഹോത്സവം. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ.
കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. രാഹുൽ മാങ്കോട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ചെറിയ സ്ഥാപനങ്ങളെ വരെയും വീൽ ചെയർ ആക്സസബിൾ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾക്ക് തുടക്കം നമ്മൾ ഈ പുതുവർഷത്തിൽ കുറിക്കുവാൻ തീരുമാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നലുകൾ ഒട്ടും തന്നെ ബ്ലൈൻഡ് ഫ്രണ്ട്ലിയാണ്. കാഴ്ചയ്ക്ക് പരിമിതിയുള്ള മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു തരത്തിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ട്രാഫിക് സിഗ്നലുകളിലില്ല. എല്ലാം ഒറ്റയടിക്ക് ചെയ്യുമെന്നുള്ള നിങ്ങളുടേതായ ഒരു വേദി വന്ന് നിങ്ങളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒറ്റയടിക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് കൈയടി കിട്ടിയിട്ട് പിന്നെ പോയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് പ്രസിഡന്റ് VN ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർമാരായ സാജോ ജോൺ, വിപിൻ PS തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് E രാജൻ, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ബേബി ജോസഫ്, KFB ജില്ലാ സെക്രട്ടറി MK ഷെരീഫ്, മുൻ കൗൺസിലർ U ശബരി, ഡൊറോത്തി അനീറ്റ, MGHSS തോമസ് മാതാ ഫാമിലി, മുഹമ്മദ് അസ്ലാം, കേരള വ്യാപാരി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ അംഗം M അസൻ മുഹമ്മദ് ഹാജി, KFB ഭാരവാഹികളായ VP പ്രശാന്ത്, P പ്രേമ, ക്ലിൻറ്റി മാത്യു എന്നിവർ സംസാരിച്ചു. നിർദ്ധരായ കാഴ്ച പരിമിതരായ 81ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിനെ പരോക്ഷമായി വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. പാലക്കാട് തത്തമംഗലം സ്കൂളിലെ പുൽക്കൂട് ആക്രമിച്ച സംഭവത്തിന്റെയും നല്ലേപ്പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ സംഭവത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. പാലക്കാട് നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന മാരുതി കാർ കത്തിനശിച്ചു. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസിലാണ് സംഭവം. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ആളപായമില്ല. കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം. പാലക്കാട് നൂറണിയിൽ പ്രവർത്തിച്ചുവരുന്ന കൺസ്യൂമർ ഫെഡ് ഗോഡൌൺ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സംയുക്ത തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.